ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ BMS ചാർജ്, അതായത് ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം. അതായത് ഇപ്പോൾ വരുന്ന കാറുകളിലും അതുപോലെ തന്നെ ടു വീലറുകളും എല്ലാം തന്നെ, ഇലക്ട്രിക് സ്കൂട്ടറുകളെല്ലാം തന്നെ ഈ BMSൻ്റെ സർക്യൂട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലിഥിയം അയോൺ ബാറ്ററി പ്രൊട്ടക്ഷൻ രീതിയിലും ഓവർ വോൾട്ടേജ് ചാർജിങ് പ്രൊട്ടക്ഷൻ, അതുപോലെ തന്നെ ബേണിംഗ് പ്രൊട്ടക്ഷൻ, അതുപോലെ തന്നെ ഹൈ വോൾട്ടേജ് വരുന്ന സമയത്ത് ചാർജിങ്ങിൻ്റെ കട്ട് ഓഫ് സിസ്റ്റം, അതുപോലെ തന്നെ എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ ബേണിംഗ് സർക്യൂട്ട് കട്ടാക്കുന്ന സിസ്റ്റം ഉണ്ടെങ്കിൽ സിസ്റ്റം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് BMS സർക്യൂട്ട് വഴിയേ ചാർജ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതായത് നമ്മുടെ ബാറ്ററികളെല്ലാം ചെയ്യുന്ന ലിഥിയം അയോൺ ബാറ്ററി ചാർജ് ചെയ്യണമെങ്കിൽ BMS സർക്യൂട്ട് മസ്റ്റ് ആയിരിക്കണം. അത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് കണ്ടോ, B-, B+, അതുപോലെ തന്നെ അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇത് 3 ബാറ്ററി 3S എന്നാണ് പറയുന്നത്. 3 ബാറ്ററി സീരിയസ് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. 3 ബാറ്ററി സീരിയസ് ആയിട്ട് കണക്ട് ചെയ്യാം. അത് എത്ര വേണമെങ്കിലും നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആംബിയർ കൂട്ടി കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. BMSൻ്റെ ആംബിയർ കൂട്ടി കൊടുക്കണം. ഇതിപ്പോൾ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 സ്റ്റെപ്പ് ബാറ്ററിയാണ് ചെയ്തിരിക്കുന്നത്. 3 സ്റ്റെപ്പ് എന്ന് വെച്ചാൽ എല്ലാത്തിൻ്റെയും ന്യൂട്രലുകളെല്ലാം തന്നെ ഒന്നിച്ച് കണക്ട് ചെയ്തു. അതിനുശേഷം ആ 3 സെറ്റ് കണ്ട ഒറ്റ സെറ്റിൽ തന്നെ 3 വെച്ച് കണക്ട് ചെയ്തതാണ്. പിന്നെ പോസിറ്റീവുകളെല്ലാം ഒന്നിച്ച് കണക്ട് ചെയ്തു. അങ്ങനെ 3 സെറ്റായിട്ട് മാറ്റിയെടുത്തതിന് ശേഷം 3 സെറ്റും സീരിയസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഒന്നിൻ്റെ മൈനസ് മറ്റേതിൻ്റെ പോസിറ്റീവിലേക്ക്, മറ്റേതിൻ്റെ പോസിറ്റീവ് വേറെ ഒന്നിൻ്റെ നെഗറ്റീവിലേക്ക്. അപ്പോൾ ടോട്ടൽ വരുന്ന സമയത്ത് നമ്മൾ 3 ബാറ്ററി വെക്കുന്നതിന് തുല്യമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 3 ബാറ്ററി വെക്കുന്നതിന് തുല്യമായിട്ട് ഏകദേശം 12 വോൾട്ടേജിൻ്റെ അടുത്ത് നമുക്ക് കിട്ടും. അതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹൈ ആംബിയർ കിട്ടും. ഒരു ബാറ്ററി ഏകദേശം 2.5 ആംബിയർ വരുന്നുണ്ട്. 2.5 ആംബിയർ വരുന്ന സമയത്ത് ടോട്ടൽ വരുന്ന സമയത്ത്, അതായത് നമ്മൾ പാരലായിട്ട് 3 സെറ്റ് കൊടുക്കുന്നുണ്ട്, ഏകദേശം 7.5 ആംബിയർ നമുക്ക് അതിൽ നിന്ന് കിട്ടും. 7.5 ആംബിയറും 12 വോൾട്ടും നമുക്ക് കിട്ടും. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, BMS ഇത് ഞാൻ ജസ്റ്റ് കണക്ട് ചെയ്തോളൂ, പക്ഷേ ഫെയിൽഡ് ആയ എക്സ്പീരിയൻസ് ആണ്. കാര്യം എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു BMSൻ്റെ 10 ആംബിയറിൻ്റെ BMS ആണ് എൻ്റെ കയ്യിലുള്ളത്. 10 ആംബിയറിൻ്റെ BMS ചാർജ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഔട്ട്പുട്ട് വരും, അപ്പോൾ തന്നെ കട്ടായി പോകും. അതിൻ്റെ കാരണം ഞാൻ നോക്കിയപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിയാൻ സാധിച്ച്, 10 ആംബിയറിൻ്റെ BMS നമ്മൾ കണക്ട് ചെയ്യണമെങ്കിൽ വെറും 3 ബാറ്ററി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് 3 ബാറ്ററി എന്ന് വെച്ചാൽ വെറും 3 ബാറ്ററി. ഇതിപ്പോൾ ഏകദേശം 3 സെറ്റ് എന്ന് പറയുമ്പോൾ 6 ബാറ്ററി കണക്ട് ചെയ്യുന്നുണ്ട്. 6 ബാറ്ററി നമ്മൾ ഇതുപോലെ കണക്ട് ചെയ്യണമെങ്കിൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ 30 ആംബിയറിൻ്റെ BMS സർക്യൂട്ടെങ്കിലും വേണം. 30 ആംബിയറിൻ്റെ BMS സർക്യൂട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. കണ്ടോ, ഇതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ BMSൻ്റെ അല്ലാതെ ബാറ്ററിയിൽ നിന്നുള്ള ഔട്ട്പുട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതായത് ടോട്ടൽ വരുന്നത് നമ്മൾ 3 ബാറ്ററി കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് എന്ന് 11.1 വോൾട്ടാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇത് കണക്ട് ചെയ്യുന്ന സമയത്ത് ഏകദേശം 12-13 വോൾട്ടേജിൻ്റെ അടുത്ത് ഹൈ ആംബിയറിലേക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഈ BMS സർക്യൂട്ട് 10 ആംബിയറിൻ്റെ BMS 3S BMS സർക്യൂട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കണ്ടോ, 15 സംതിങ് വോൾട്ടേജാണ് വരുന്നത്. 10 ആംബിയറിൻ്റെ യൂസ് ചെയ്യുന്ന സമയത്ത് വെറും 3 ബാറ്ററി മാത്രമേ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതുപോലെ 3 വെച്ചിട്ട് 7.5 ആംബിയർ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ 30 ആംബിയറിൻ്റെ BMS സർക്യൂട്ട് നമ്മൾ വാങ്ങിക്കണം. അതുപോലെ തന്നെയാണ് അതുപോലെ ഇലക്ട്രിക് സ്കൂട്ടർ കാര്യങ്ങളെല്ലാം തന്നെ ഇതുപോലെ പാരലായിട്ടും സീരിയസ് ആയിട്ടും ബാറ്ററികൾ കണക്ട് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ ലിഥിയം അയൺ മാറി ഇപ്പോൾ ലിഥിയം ഫോസ്ഫേറ്റ് ബാറ്ററികൾ അവൈലബിൾ ആണ്. BMSൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റ് ബാറ്ററികൾ, നമ്മൾ സാധാ ബാറ്ററികളെല്ലാം ചാർജ് ചെയ്യുന്ന സമയത്ത് ഒരു പ്ലസ്സിൽ നിന്നും എത്ര ബാറ്ററി സീരിയസ് ആയിട്ട് കണക്ട് ചെയ്താലും ഒരു പ്ലസ്സിൽ നിന്നും ഒരു മൈനസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ 2 കണക്ഷൻ മാത്രമേ ഉള്ളൂ. പക്ഷേ BMS സർക്യൂട്ടിൽ നോക്കി നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഏറ്റവും താഴെയും അതായത് സീരിയസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ B+B- കൂടാതെ 2 ബാറ്ററിയുടെ സെൻറ്ററിലും ഓരോ ബാറ്ററി കഴിയുന്ന സമയത്ത് സെപ്പറേറ്റ് വയറുകളാണ് സെപ്പറേറ്റ് കൊടുക്കുന്നത്. അതാണ് ഇതിൻ്റെ ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഒരു ബാറ്ററി പോലും അതിൽ നിന്നും വീക്ക് ആവാനായിട്ട് അനുവദിക്കില്ല. അതായത് ആ ബാറ്ററി സെപ്പറേറ്റ് ചാർജ് ചെയ്തുകൊണ്ടിരിക്കും. ആ ബാറ്ററി ഫുൾ ചാർജ് ആവുന്ന സമയത്ത് ആ സെക്ഷനിലേക്കുള്ള കറണ്ട് കട്ടാകുന്ന സിസ്റ്റമാണ്. അതായത് എല്ലാ ബാറ്ററികളെയും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ക്ലാസ് റൂമിൽ ഇരിക്കുന്ന കുട്ടികളാണെങ്കിൽ ആ കുട്ടികളെ എല്ലാവരെയും മാനേജ് ചെയ്യുന്ന രീതിയിലാണ്, ഓരോ കുട്ടികളെയും സെപ്പറേറ്റ് മാനേജ് ചെയ്യുന്ന രീതിയിൽ, അതായത് രീതിയിലാണ് ഇതിൻ്റെ ഇവിടെയും നമ്മൾ ബാറ്ററി മാനേജ്മെൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിന് ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം ലിഥിയം അയോൺ ബാറ്ററിക്ക് നമ്മൾ സെപ്പറേറ്റ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഓരോ ബാറ്ററിയുടെയും കപ്പാസിറ്റിയും അതുപോലെ തന്നെ എബിലിറ്റിയും കൂട്ടാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മടിക്കരുത്, അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.